നമസ്കാരം. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നെത്തിയിരിക്കുന്നത് മാന്നാറിനടുത്ത് ബുധനൂരുള്ള വേതാളംകുന്ന് പരബ്രഹ്മമൂർത്തി ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിലെ പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓച്ചിറ പരബ്രഹ്മമൂർത്തി ക്ഷേത്രം പോലെ തന്നെ ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യമുള്ള കാവും പരബ്രഹ്മമൂർത്തിയുടെ ഇരിപ്പിടവുമാണ്. ഇവിടെ അങ്ങേയറ്റം ഭക്തിസാന്ദ്രമായ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് നമുക്കിവിടെ ഉള്ളത്. ഇതാണ് പരബ്രഹ്മമൂർത്തിയുടെ ഇരിപ്പിടം. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള പ്രകൃതി തന്നെ പൂജ ചെയ്തിരുന്ന ഒരു സ്ഥലമാണിത്. ഈ അടുത്ത കാലത്തായിട്ടാണ് ദേവപ്രശ്നത്തിലൂടെ സാക്ഷാൽ മഹാദേവനാണ് ഇവിടെ കുടികൊള്ളുന്നതെന്ന ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത്. ഇവിടെ എത്തുന്ന ഓരോ ഭക്തരും ചെയ്യുന്ന ഏറ്റവും വലിയ ഭക്തി മാർഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ സമർപ്പിക്കുന്ന ഈ നെയ്വിളക്കാണ്. ഈ നെയ്വിളക്ക് 3 പ്രാവശ്യം മഹാദേവന് പ്രദക്ഷിണം വെച്ച് അർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ അങ്ങേയറ്റത്തെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടുമെന്നാണ് വിശ്വാസം. അതുകൂടാതെ തന്നെ കേരളത്തിൽ ഇങ്ങനെയൊരു ആചാരമുണ്ടോ എന്ന് എനിക്കറിയില്ല. സാക്ഷാൽ മഹാദേവൻ്റെ ശിവലിംഗത്തിലേക്ക് അവിടെ എത്തുന്ന ഓരോ ഭക്തർക്കും ധാര നടത്താനുള്ള അവസരം ഇവിടെയുണ്ട്. അതിൻ്റെ പുണ്യഭാഗമെന്ന് പറയുന്നത് നമുക്ക് കൈലാസത്ത് പോയി ഭഗവാനെ പരിക്രമം ചെയ്യാൻ സാധിക്കാത്ത ഓരോരുത്തർക്കും ഇവിടെ ഭഗവാന് ധാര നടത്തിയാൽ അതിന് തുല്യമാണെന്നാണ് വിശ്വാസം. ഇവിടെ ആബാലവൃത്ത ജനങ്ങൾ ഇവിടെ എത്തുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ക്ഷേത്രത്തിലെ പ്രതീതി മാത്രമല്ല, ശാന്തമായി നമുക്കവിടെ ഇരിക്കാനുള്ള ഒരുപാട് ഇരിപ്പിടങ്ങളുണ്ട്. നമുക്ക് മന്ത്രങ്ങൾ ചൊല്ലാനായാലും ഇരിക്കാനായാലും ഒക്കെയുള്ള ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷമാണ് നമുക്കുള്ളത്. കൂടാതെ ഇവർ പോകുന്ന ഭഗവാന്റെ മക്കൾ അവർ അമ്പലക്കുളത്തിലേക്കാണ് പോകുന്നത്. അമ്പലക്കുളത്തിൻ്റെ ശുദ്ധീകരണമൊക്കെ നടന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. വലിയൊരു അമ്പലക്കുളമായിരുന്നു, അത് മൊത്തം ഇപ്പോൾ കാട് പിടിച്ച് കയറിക്കിടക്കുകയാണ്. ഇതിൽ മത്സ്യങ്ങൾ ഒരുപാടുണ്ട്. ഇവിടെ നമുക്ക് മത്സ്യകൂട്ട് നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ക്ഷേത്രത്തിൽ രാവിലെ 9:30 തുടങ്ങുന്ന അന്നദാനമുണ്ട്. ആ അന്നദാനം നമുക്കെല്ലാവർക്കും പങ്കെടുക്കാം. അവിടെ നമ്മൾ സ്വയം ഭക്ഷണം വിളമ്പി കഴിക്കണം. ആരും നമുക്കവിടെ വിളമ്പി തരാനില്ല. അതിൻ്റെ പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കാവശ്യമുള്ള ഭക്ഷണം മാത്രം കോരിയെടുക്കുക. നല്ല കുത്തരിയിൽ തീർത്ത കഞ്ഞിയും ഉപ്പുമാങ്ങയും മുതിരത്തോരനും എല്ലാം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനെടുത്ത് കഴിക്കാം. ആർക്കെങ്കിലും അന്നദാനത്തിന് അവിടെ സംഭാവന കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ആരും നിങ്ങളെ നിർബന്ധിക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് ഇറങ്ങാൻ പോവാണേ. എല്ലാവർക്കും ടാറ്റ.